സുഹൃത്തെ, ലൈഫിൽ സ്റ്റക്കായി പോവുക, മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുക, ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു റീസണാണ് നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം, കെയറിങ്, മറ്റുള്ളവർ നിങ്ങളെ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന രീതി, നിങ്ങൾക്ക് ആരോടൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടങ്ങൾ, നിങ്ങൾ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ടോ, അതോ നിങ്ങളിപ്പോൾ ലോൺലി ആണോ? ഈ രീതിയിൽ നിങ്ങളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കിടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വലിയ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാക്കി തീർക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടവും സ്നേഹവും കെയറിങ്ങും ഒക്കെ പലയിടത്തു നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. കാരണം ആരൊക്കെയോ നമ്മളെ പുഷ് ചെയ്യുന്നത് പോലെ തോന്നും. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സ്വയം പുഷ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്ന ഈ ഒരു നല്ല ഇമോഷൻസിന് നിങ്ങളുടെ എനർജിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലായല്ലേ? ഈ ഇമോഷൻസ് ആഗ്രഹിച്ചതുപോലെ കിട്ടാതാവുമ്പോഴാണ് പല ആളുകളും ലൈഫിൽ സ്റ്റക്കായി പോകുന്നത്. ഇതുപോലെയുള്ള നല്ല ഇമോഷൻസിന് നിങ്ങളെ പുഷ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ ഈ ഇമോഷൻസ് ഇതേ രീതിയിൽ സക്സസ് ആയിട്ട് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. നല്ല പാർട്ട്ണർ, നല്ല ഫ്രണ്ട്സ്, നല്ല ആളുകളൊന്നും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എൻ്റെ പോയിന്റ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ പോവുകയാണ്. ഞാൻ അതിൽ ഫോക്കസ് ചെയ്യണോ, ഇതിൽ ഫോക്കസ് ചെയ്യണോ, ഏതാണ് എൻ്റെ ഫീൽഡ്, ഒന്നും ശരിയാവുന്നില്ലല്ലോ, ഇങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ ചിന്തിക്കുകയാണ്. എന്നാൽ നിങ്ങളിൽ വരാൻ പോകുന്ന ഇമോഷൻസ് ഹാപ്പിനെസ്സിൻ്റെ ഒരു ഇമോഷൻസ് ആണെങ്കിലോ ഇങ്ങനെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും എനിക്ക് സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കാൻ ആരൊക്കെയുണ്ട്, ഞാൻ ആർക്കൊക്കെ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ അവർക്കൊക്കെ വേണ്ടി ജീവിക്കാൻ തയ്യാറാണ്, എനിക്ക് ഒരുപാട് സമ്പാദിക്കണം, എനിക്ക് എവിടെയെങ്കിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഇമോഷൻസ് നിങ്ങളിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക് പോകുന്ന നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് വിജയം കൊണ്ടുവരാൻ കഴിയും. നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിൽ സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹാപ്പിനെസ് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടിനെ പോയിട്ട് മീറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ വെറുതെ കുറച്ച് നേരം കടലിങ്ങനെ നോക്കിയിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നല്ല നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ബൈക്ക് റൈഡോ അല്ലെങ്കിൽ ബസ്സിലുള്ള ട്രാവലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ രീതിയിൽ 1-2 ദിവസം നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹാപ്പിനെസ്സിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സമയങ്ങളുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു 4-5 മണിക്കൂർ ഒരു ചിത്രം വരച്ചു എന്ന് വിചാരിക്കാം. അത് ഒരു സക്സസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, ഒരു ഹാപ്പിനെസ് അവിടെ തരികയാണെങ്കിൽ പിന്നെയുള്ള കുറച്ച് സമയം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്ന കുറേ മണിക്കൂറുകളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും. ഈ രീതിയിൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യിപ്പിച്ചാൽ ഒരിക്കലും അതൊരു അഡിക്ഷനായിട്ട് മാറരുത്. പിന്നീട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക് പോകുന്ന നിങ്ങളുടെ ചിന്തകളെ ഒരു വൺ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ രീതിയിൽ സ്റ്റക്കായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ 2-3 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തോന്നും എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മനസ്സിനെ നിങ്ങളൊന്ന് റിലീഫ് ചെയ്യാം. ഈ ഒരു സന്തോഷത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള ആ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് തലപൊകിച്ചിരുന്നാലൊന്നും നമുക്ക് ആ ഒരു ഡയറക്ഷൻ കിട്ടില്ല. ഒന്ന് കഴിയുന്നത്ര ഒന്ന് ഫ്രീ ആവുക. ഫ്രീ ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു റിലീഫ് ടൈമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫീൽഡ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് പെണ്ണുങ്ങളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ആണുങ്ങളിലും ഒരുപാട് ഓവർ തിങ്സ് വരുമ്പോൾ നമ്മൾ നല്ല മൂഡിലേക്ക് മോശം മൂഡിലേക്കൊക്കെ പോവും. പക്ഷേ നിങ്ങൾ എന്നും ഇങ്ങനെ ഏതൊക്കെയോ ചിന്തകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് മൂഡിലും പോസിറ്റീവ് മൂഡിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളൊന്നും അല്ലാതായി പോകും ലൈഫിൽ. ഇവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ട ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ 1-2 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടാനുണ്ട്. ആ ഹാപ്പിനെസ്സിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ കിട്ടും, ഉറപ്പാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ എപ്പോഴും ഇങ്ങനെ ഹൈ ആയിട്ടും ലോ ആയിട്ടും ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെ അതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പീക്കിലായിരിക്കും. ഈ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളിലേക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള സമയം നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, എനിക്ക് ഈ ഒരു മൂഡ് സ്വിങ്സിൽ നിന്നും പ്രഷർ തോട്ട്സിൽ നിന്നും ഈ ഒരു കൺഫ്യൂഷൻ തോട്ട്സിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണം. എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ള എൻ്റെ ഡയറക്ഷൻ എനിക്ക് കണ്ടെത്തണം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം
ഹാപ്പിനെസ്സിൻ്റെ ഇമോഷൻസ് നിങ്ങളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ചില ആക്ടിവിറ്റികളിലേക്ക് നിങ്ങൾ ഇറങ്ങുക. അവിടെ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സംഭവിക്കുന്ന ഈ ഒരു മൂഡ് സ്വിങ്സിൻ്റെയും പ്രഷർ തോട്ട്സിൻ്റെയും മെയിൻ റീസൺ എന്താണെന്നറിയോ? നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു റീസണായിട്ട് മാറാറുണ്ട്. സോ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ 1-2 ദിവസം എനിക്ക് എൻ്റെ ഡയറക്ഷൻ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു മറുപടി കിട്ടിയിരിക്കും. അവിടെ നിങ്ങളുടെ ഡിസിഷൻ്റെ മുകളിൽ ഒരു ക്ലാരിറ്റി സംഭവിച്ചിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ച പ്രശ്നങ്ങളുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഹാപ്പിനെസ്സിൻ്റെ ചിന്തകളെ നിങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുക. നമ്മളുടെ കൂടെ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് കാരണമാവുന്ന സാഹചര്യങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അതിന് കഴിയാത്തൊരു വ്യക്തിയൊന്നല്ല നിങ്ങൾക്കെല്ലാം കഴിയും. സോ ആ ഹാപ്പിനെസ്സിലൂടെ വേണം നിങ്ങളുടെ പുതിയ ഡയറക്ഷൻ കണ്ടെത്താൻ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.